അണ്ടർകുളം പഞ്ചായത്തിൽ 15-ാം വാർഡിലെ പള്ളിപ്പുറം ഞങ്ങളുടെ കുടുംബശ്രീ യൂണിറ്റിൻ്റെയും CDSൻ്റെയും കൂടെ ഉള്ള പ്രയോജനം. ഞങ്ങളുടെ ഒരു ബിസിനസ്സാണ് ഈ മാവ് ബിസിനസ്. ഡെയിലി 60 കിലോ 70 കിലോ അരിയും അതിന് വേണ്ടുന്നുള്ള ഉഴുന്നും ആട്ടും 150, 175, 125 കിലോ മാവ് വരെ നമ്മൾ കച്ചവടം ചെയ്യും. ഒരു 5 കിലോ പാക്കറ്റിന് 150 രൂപയും ഹോൾസെയിൽ വിലയും, ചെറിയ പാക്കറ്റിന് 40 രൂപയും. ലേബൽ ഒട്ടിക്കണമായിരുന്നു, അത് ഞങ്ങളുടെ ഈ അരിയുടെ വില കൂടുതലായതുകൊണ്ട് സ്റ്റിക്കർ ഇപ്പം ഞങ്ങൾ നിർത്തലാക്കി. അതുകൊണ്ട് പറഞ്ഞാണ് കൊടുക്കുന്നത്. ഇതുവരെ നമ്മുടെ മാവിന് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല ഈ 3 വർഷം കഴിഞ്ഞ്. ഒരു കുടുംബശ്രീ CDSൻ്റെ ചെയർപേഴ്സൺ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണിത്. അതായത് എൻ്റെ സ്വന്തം വാർഡാണ് പള്ളിപ്പുറം. അപ്പോൾ അവിടെ ഒരു സംരംഭം അവർ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. ആദ്യം വലിയ തടസ്സങ്ങളുണ്ടായിരുന്നു. ഈ സംരംഭം എങ്ങനെ കൊണ്ടുപോകും അറിഞ്ഞുകൂടാത്ത 2 പേരായിരുന്നു. ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ, അതായത് കുടുംബശ്രീ മിഷൻ ട്രെയിനിങ് കൊടുക്കുമായിരുന്നു, പക്ഷേ അവരതൊന്നുമില്ലാതെ തന്നെ ഈ മെഷീനൊക്കെ മേടിച്ചു. 10 ലക്ഷത്തിൽ കൂടുതൽ രൂപ അവർക്കിതിന് ചിലവായി. അപ്പോൾ സഹായത്തിന് ആരുമില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞു എങ്കിലും ഇവർ ഒരു 2 പേരും കൂടി ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇവർ ലോൺ എടുക്കാതെ തന്നെ ഇവർ ഈ സംരംഭത്തിന്, കാരണം അവർക്ക് അത് തുടങ്ങണമെന്നുള്ളൊരു മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ്. അത് വലിയൊരു ആശയമാണ്, നിർത്തരുതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇവർക്കത് 2 കുടുംബങ്ങൾ മാത്രമല്ല, ഇവരെ മക്കൾക്കും, ഇവര് 2 പേര് മാത്രമല്ല വലിയൊരു സാമ്പത്തിക ത്തിൽ നിന്ന് ആ കുട്ടികളെയൊക്കെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇതൊരു മികച്ച സംരംഭം കൂടെയാണ്. കാരണം 5-6 കൊല്ലത്തിന് മുമ്പേ ബ്ലോക്ക് തലത്തിൽ ക്യാൻറ്റീൻ ഇട്ട് ഭയങ്കര നല്ല രീതിയിൽ ഒരു സംരംഭ യൂണിറ്റ് കൊണ്ടുപോയി 2 മക്കളെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അവരൊക്കെ ഇപ്പോൾ നല്ല ഉയർന്ന രീതിയിലാണ്. ഒരു മോളെ ജോലിയുണ്ട്. അതെല്ലാം കുടുംബശ്രീയാണ് കൊടുത്തത്. ഇവർ കുടുംബശ്രീയിലെ ബ്ലോക്ക് തലത്തിൽ ക്യാൻറ്റീൻ നടത്തിയപ്പോഴും കുടുംബശ്രീയുടെ സഹായം ഉണ്ടായിരുന്നു. അന്ന് 5 ലക്ഷം രൂപ ലോൺ എടുത്തുകൊണ്ട് 3 ലക്ഷം രൂപ തിരിച്ചടച്ചാൽ മതി, 2 ലക്ഷം രൂപ സബ്സിഡി നൽകിക്കൊണ്ടാണ് ഈ സംരംഭത്തിനെ നമ്മൾ അന്ന് കൊണ്ടുപോയത്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, അരിപ്പൊടി, ഇടിയപ്പം, പുട്ട്, ഉറട്ടി, ഇതെല്ലാം നമ്മളിലുണ്ട്. പിന്നെ ഇത് കൂടാതെ വാഴക്കൊലയുണ്ട്. ഞങ്ങളിതിൻ്റെ പറമ്പിൽ വാഴ നട്ട് അത് നാടൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. കിലോ കണക്ക് ഇപ്പോഴും ഒന്നും തീർന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കഴിയുന്ന എല്ലാ ബിസിനസ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ വരുമാനവും ഉണ്ട്. സംരംഭം തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ആവശ്യങ്ങൾക്കൊന്നും ഞങ്ങൾ വീട്ടിലുള്ള മക്കളെയൊന്നും ആശ്രയിക്കാതെ ഞങ്ങളുടെ അസുഖത്തിനും യാത്രയ്ക്കും സാധനങ്ങളൊക്കെ വാങ്ങി കഴിയുന്നുണ്ട്.